ഹലോ അസ്സലാമു അലൈക്കും. എടാ +1 അറബി പരീക്ഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരമായി വരുന്നൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാരഗ്രാഫ് നമുക്ക് കൊടുക്കും, താഴെ കുറേ ചോദ്യം ഉണ്ടാവും, അതിന് ഉത്തരം കണ്ടെത്താൻ വേണ്ടി പറയും. അപ്പോൾ പല ആളുകളും ഇതിനൊന്നൊക്കെ മീനിങ് ഒന്നും അറിയാതെ ഇങ്ങനെ കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഈസി ആയിക്കൊണ്ട് മീനിങ് ഒന്നും അറിയാതെ നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റുന്ന ട്രിക്കാണ് സാറ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പാരഗ്രാഫ് നല്ലപോലെ വായിച്ചു നോക്കാം, താഴെ ക്വസ്റ്റ്യനും വായിക്കാം. അങ്ങനെ വായിക്കുമ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസ് തുടങ്ങുക ക്വസ്റ്റ്യൻ വേർഡ് കൊണ്ടായിരിക്കും. ഐന, മത്ത, മാഹുവ, മാഹിയ, മത്ത ഉണ്ടോ, ഇങ്ങനെ എനിക്ക് തുടങ്ങുന്നുണ്ടാവാം. അപ്പോൾ ഈ തുടങ്ങുന്ന ക്വസ്റ്റ്യൻ വേർഡ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ആ ക്വസ്റ്റ്യൻ്റെ ഭാഗം ഏത് സെൻറ്റൻസിലാണോ വരുന്നത് നോക്കാം. അപ്പോൾ വുലിദ ഷാഇർ ഹാഫിദ് ഇബ്രാഹിം, അതോടെ വരുന്ന വുലിദ ഇവിടെയാണ് വരുന്നത് അല്ലേ. യെസ്. അപ്പോൾ ആ സെൻറ്റൻസിൽ എന്തുണ്ടാവും, അതിൻ്റെ ആൻസർ ഉണ്ടാവും. അപ്പോൾ ഐന എവിടെയെന്നാണ്, അപ്പോൾ സ്ഥലമാണ് എഴുതേണ്ടത്. ആ കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് എടുത്ത് എഴുതാം. എല്ലാമെങ്കിലോ ആ സെൻറ്റൻസ് അതേപോലെ എടുത്ത് സെൻറ്റൻസ് എഴുതിയാൽ അതിൻ്റെ ആൻസർ കറക്റ്റായിരിക്കും, ശരിയായിരിക്കും. കണ്ടോ, ക്ലിയർ ആയല്ലോ. അതേപോലത്തെ അപ്പോൾ മാ ഹുവ ലഖബ് ഹാഫിദ്, ലഖബ്, അപ്പോൾ ലഖബ് എന്നുള്ള പേരുണ്ടാവും കേട്ടോ, ലുക്കിബ. ഓക്കെ, അപ്പോൾ ആ ലുക്കിബ ബി ഷായർ നീൽ എന്നാണ് എഴുതിയാൽ എന്തായി, ആൻസർ കറക്റ്റായി. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ തൂഫിയ ഹാഫിദ് പറയാം, തൂഫിയ കണ്ടില്ലേ, അപ്പോൾ തൂഫിയ എന്നുള്ള സെൻറ്റൻസ് എടുത്ത് എഴുതിയാൽ എന്തായി, ആൻസർ കറക്റ്റായി. ഓക്കെ, അപ്പോൾ ഓർമ്മപ്പെടുത്താണ് പാരഗ്രാഫിൽ നിന്ന് വന്ന ചോദ്യങ്ങൾക്ക് ക്വസ്റ്റ്യൻ വേർഡ് വെച്ചുള്ള ചോദ്യങ്ങളാണെങ്കിൽ അതിന് ആൻസർ ചെയ്ത് നല്ല സുഖമാണ്. ക്വസ്റ്റ്യൻ വേർഡ് കൊണ്ട് ഒഴിവാക്കി ബാക്കിയുള്ള ഭാഗങ്ങൾ മുഴുവൻ വരണമെന്നൊന്നുമില്ല. ബാക്കിയുള്ള ഭാഗങ്ങൾ ഏറെക്കുറെ ഏത് സെൻറ്റൻസിലാണോ വരുന്നത് അതിൽ അതിന് ആൻസർ ഉണ്ടോ നല്ലോണം വായിച്ചു ആൻസർ കണ്ടെത്തുക. ആൻസർ മാത്രം എടുത്ത് എഴുതാൻ ശ്രമിക്കുക, അതാണ് ഏറ്റവും നല്ലത്. എന്നാൽ അത് കിട്ടുന്നില്ലാത്ത ക്വസ്റ്റ്യൻസിന് ആ സെൻറ്റൻസ് മുഴുവൻ എഴുതുക. അപ്പോൾ ആൻസർ കറക്റ്റ് കിട്ടുന്നത് അത് എടുത്ത് എഴുതുക, തീരെ കിട്ടാത്തതിന് സെൻറ്റൻസ് അതേപോലെ എടുത്ത് എഴുതിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആൻസർ കിട്ടും. നിങ്ങൾ നോക്കൂ, ഇവിടെ തൂഫിയ ഹാഫിദ് ഇവിടെ വെറും തൂഫിയ എന്നുള്ളൂ. അപ്പോൾ ആ തൂഫിയ മാത്രം ഉള്ള സെൻറ്റൻസ് ഇത് എഴുതിയാൽ തന്നെ എന്താ, ഈ വാക്കുകളൊന്നും റിപ്പീറ്റ് ചെയ്യണില്ല, കറക്റ്റ് ആൻസറാണ്. തൂഫിയ എന്ന് പറയുന്ന വർഷം കൊടുത്ത് കറക്റ്റ് ആൻസർ ആണേനും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ ആൻസർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ പറ്റും. ഈ ട്രിക്ക് ഉപയോഗിക്കുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈസിയായിട്ട് ആൻസർ ചെയ്താൽ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.